അതാ ഞാൻ പറഞ്ഞു മൂപ്പര് വന്നിട്ടാണ് പരിപാടി. ഓ ആ പരിപാടി. അയാൾ നല്ല ഏതൊരു വിഷയത്തെ പറ്റിയും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടുമൊക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇതിനോടകം തന്നെ പാലക്കാട് രണ്ട് കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പാലക്കാടിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. ഹലോ ഞാനേ നിങ്ങളോട് ക്രൗഡ് പ്ലാസ് എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. എന്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. 1 മാസം ആകുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രമേശ് പിഷാരടി കാരണം കോൺഗ്രസ്സുകാർക്ക് ഇപ്പം ഫുള്ള് തെറിവിളിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഫോട്ടോ വയ്ക്കുന്നുണ്ട്, രമേശ് പിഷാരടിയും രാഹുൽ മാങ്കൂട്ടവും. ഇവരിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് മതിയായിരുന്നു എന്ന് അഭിപ്രായമുള്ള എത്ര ആളുകളുണ്ട്? അങ്ങനെ അഭിപ്രായമുള്ള ആളുകൾ രമേശ് പിഷാരടി വേണ്ടായിരുന്നു എന്ന് ഇപ്പം തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അയ്യോ രമേശ് പിഷാരടി വേണ്ടായിരുന്നു എന്ന് ഇപ്പം തോന്നുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. രാഹുൽ മതിയായിരുന്നു എന്ന് അഭിപ്രായമുള്ള ആളുകളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേരെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാലക്കാട്ടുകാർക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് നിരന്തരം നമ്മൾ രമേശ് പിഷാരടിയെ സപ്പോർട്ട് ചെയ്ത്, അതുപോലെ ഇലക്ഷൻ്റെ സമയത്തായാലും രമേശ് പിഷാരടിയെ ഭയങ്കര നല്ല രീതിയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ഈ ആളുകളും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. കാരണം രമേശ് പിഷാരടിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇയാൾ എന്താണ് പറഞ്ഞത്? ഇയാൾ പ്രചരണ സമയത്തൊക്കെ ഇത് മൊത്തവും നാണക്കേടാക്കി വെച്ച്, കോൺഗ്രസ്സുകാർക്ക് മൊത്തവും നാണക്കേടാക്കി വെച്ച്. ഇയാൾ കാരണം ഇപ്പം കമൻറ്റുകളിൽ തെറിവിളിയാണ്. കോൺഗ്രസ്സുകാർ ഈ രമേശ് പിഷാരടിയുടെ തെറിവിളി കേൾക്കേണ്ട അവസ്ഥയാണ്. ഇയാൾക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? AMMയിൽ പോയി കിടന്നിട്ട് അവിടെ കിടന്നിട്ട് ഈ ചീഞ്ഞളിഞ്ഞ ഈ പരിപാടി എടുത്ത് തലയിൽ വെച്ചിട്ട് ഇപ്പം നാറിയേക്കാണ് ഞെട്ടിക്കുന്നൊരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഞാനത് വിളിച്ചു തരാം. ഈ ശ്വേതാമേനനെ വിളിച്ചിട്ട് കോഴിത്തരം സംസാരിക്കുന്ന ഒരു ഓഡിയോ. ഇയാൾക്ക് ഇതിൻ്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ? ഞാനിവിടെ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമായിരുന്നു. ആ ഓഡിയോ പുറത്തുവിട്ടതിൽ വേദനയുണ്ട്. ഞാൻ രാജിവെക്കുന്നു, ഇത് രാജിയല്ലെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല രമേശ് പിഷാരടി. മറ്റേ ഇതിൻ്റെ അഡോക് കമ്മിറ്റിയോ എന്തോ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അപ്പം അതിൽ നിന്ന് രാജിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് രമേശ് പിഷാരടി ഇവിടെ പറയുന്നത്. ശ്വേതാമേനോൻ കൂടെ നിന്നിട്ട് പണിഞ്ഞല്ലോ, ഓഡിയോ പുറത്തു വിട്ടല്ലോ. ആ ഓഡിയോ പുറത്തു വിട്ടതിന് ശേഷമാണ് ഇയാൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു ഭായി രമേശ് പിഷാരടി, നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്, ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. അതുപോലെ വിഷമമുണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ. കോൺഗ്രസ്സിന് ഇങ്ങനെ ഒരു ചീത്തപ്പേര് ഉണ്ടാക്കി വെച്ചാലും സങ്കടമുണ്ട്. നിങ്ങൾ MLA ആയി നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് AMLA പ്രശ്നം തീർക്കാനല്ല. അവിടെ പ്രശ്നം തീർക്കണമെങ്കിൽ അവിടെ ഒരുപാട് ആളുകളുണ്ട്, സംഘടനയിലുള്ള ആളുകൾ തീർക്കട്ടെ, വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തീർക്കട്ടെ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് നിങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാലക്കാട്ടിലോട്ട് വിട്ടത്. നിങ്ങൾ ഇന്ന് വരെ അവിടെ നിന്ന് കാല് കുത്തിയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. രമേശ് പിഷാരടി പാലക്കാട് എത്തുന്നതും ഇത് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം നിയമസഭയിൽ പോയി നല്ല തകർത്ത് നല്ല അടിപൊളിയായിട്ട് പ്രസംഗിക്കുന്ന വീഡിയോ, സംസാരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ് നിയമസഭയിൽ. പക്ഷെ പാലക്കാട് പോകേണ്ടതിന് പകരം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ എന്താണ് ചെയ്തത്? ഇയാൾ നേരെ AMMയിലെ വിഴിപ്പലക്കാൻ പോയോണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. നാല് ചോക്ക് നിങ്ങളെ പാലക്കാട്ടുകാർ ജയിപ്പിച്ചു വിട്ടത് അത്രമാത്രം നിങ്ങളിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരുന്നു ഭായി. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക. 5 കൊല്ലത്തിന് ഈ പറഞ്ഞിട്ടുള്ള സിനിമാ മേഖലയുമായിട്ട് എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സുരേഷ് ഗോപി പോകുന്നുണ്ട്, അതുപോലെ ചെയ്യണം. പ്രോഗ്രാമോ കാര്യങ്ങളോ മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ പോകണം. അല്ലാതെ അവിടെ നടക്കുന്ന ഈ ചീഞ്ഞളിഞ്ഞ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളെ തലയിൽ വെച്ചിട്ട് അവസാനം അത് കോൺഗ്രസ്സിന് ഒരു ചീത്തപ്പേരിലേക്കുള്ള രീതിയിൽ പോകുന്നൊരവസ്ഥയിൽ വരെ ഇപ്പം എത്തിയിരിക്കുകയാണ്. ഇപ്പം ഇത് മുതല ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതിനകത്ത് രമേശ് പിഷാരടി വീണു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിനി ആ ഒരു ഓഡിയോ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങൾ നോക്കിക്കോണം. രമേശ് പിഷാരടി പറയുന്നുണ്ട് ശ്വേതാമേനോൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ സുഹൃത്താണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ശ്വേത രമേശ് പിഷാരടിയോട് ഇത് കാണിച്ചത്, ഈ ഓഡിയോ പുറത്തു വിട്ടത്? അപ്പം അതിനകത്തൊരു രാഷ്ട്രീയം ഉള്ളതുകൊണ്ടല്ലേ. എന്തായാലും ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഞാൻ ക്രൗൺ പ്ലാസ. ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ
ഹലോ, എന്തേ എന്തേ? ഞാനേ ആ നിങ്ങളോട് ക്രൗഡ് പ്ലാസ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി, ഉഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. അല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചു മനസ്സിലായി. എന്താ എന്ന പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ വിചാരിക്കുന്നു വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. ശരിയാക്കാം, ഹസ്ബൻഡ് പോട്ടെ. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. എല്ലാം ശരിയാവും, ഞാൻ നോക്കോളാം. ശരി, ഓക്കെ, ശരി. ഇത് ഓഡിയോ കേട്ടപ്പോഴത്തേക്ക് വലിയ നന്മമരം കളിക്കുന്ന, പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്ന പഞ്ചപാവം എന്ന് പറയുന്ന പോലെ ശ്വേതാമോനെ റെക്കോർഡ് ചെയ്തിട്ട് വലിയ നന്മമരം കളിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്, എനിക്കൊന്നും അറിയത്തില്ല, ഞാനിപ്പോൾ മുട്ടയെന്ന് വിരിഞ്ഞതേ ഉള്ളെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സുഹൃത്തുക്കൾ, നല്ല രീതിയിലുള്ളൊരു സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവർ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഗസ്റ്റായിട്ടിരിക്കുന്നതും ജഡ്ജായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ട് വെച്ചിട്ടായിരിക്കും ചിലപ്പം ആ ഒരു തമാശകരമായിട്ടുള്ളൊരു സംഭവം സംസാരിച്ചിട്ടുള്ളത്. അത് ഈ ശ്വേതാമേനോൻ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടത് രാഷ്ട്രീയപരമല്ല എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. രമേശ് പിഷാരടിയെ പാലക്കാട്ട് നിന്ന് പുറത്ത് കടിക്കാനുള്ള പരിപാടിയാണ് ഇതിനകത്ത് നടന്നത്. ശ്വേതാമേനോൻ BJPയുടെ കോടികൾ മേടിച്ചെന്നാണ് പറയുന്നത്. ചിലപ്പം ഇതെല്ലാം ഇതിനകത്ത് ഈ ടാസ്ക് എല്ലാം ഇതിനകത്ത് കാണുമായിരിക്കും. രമേശ് പിഷാരടിയെ പുറത്താക്കണം, അതുപോലെ ചെയ്യണം, ഇതുപോലെ ചെയ്യണം, ഇതെല്ലാം ടാസ്ക് കാണുമായിരിക്കും ഇതിനകത്ത്. എന്തായാലും നിങ്ങൾ അതിനകത്ത് വീണ് പോയല്ലോ ഭായി. നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തായിരുന്നു. കാരണം ആദ്യം നിങ്ങളെ വിമർശിച്ചെന്ന് പറഞ്ഞാൽ രാഹുലിനെ മാറ്റിയിട്ട് വേറെ ആര് വന്നാലും പാലക്കാട് വിജയിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനുൾപ്പെടെ അവസാനം അത് തിരുത്തി പറയേണ്ട അവസ്ഥ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് പിഷാരടി പുള്ളി നല്ല രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും, പാലക്കാടിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ ആ ഒരു നഷ്ടം രാഹുലിന് പകരമുള്ള നഷ്ടം നികത്തും എന്നൊക്കെ വാനോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് സങ്കടം തോന്നുന്നത്. നിങ്ങളെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് മനഃപൂർവ്വം നിങ്ങൾ ഇതിനകത്ത് ചെന്ന് ചാടിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ ഈ ഒന്നുമില്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രചാരണത്തിൻ്റെ സമയത്ത് ഷാഫിപ്പറമ്പിൽ എത്ര ആളുകളാണ്, അവിടുത്തെ VK ശ്രീകണ്ഠൻ, അവിടുത്തെ MP, പാലക്കാട്ടിലെ MP, എത്ര ആളുകളാണ് നിങ്ങളെ പ്രചരണ പരിപാടിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടും പിന്തുണയുമായിട്ട് എത്ര ജനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുന്നത്? എത്ര ഭൂരിപക്ഷത്തോടു കൂടിയാണ് നിങ്ങൾ ജയിച്ചത് ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള മത്സരത്തിൽ? നിങ്ങൾ അതൊക്കെ ചിന്തിക്കണമായിരുന്നു, ഓർക്കണമായിരുന്നു. ഓക്കെ, ഞാനിനി ഇവിടെ രാഹുലിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം. രാഹുൽ മാങ്കൂട്ടം പിഷാരടിക്ക് പിന്തുണ നൽകി സംസാരിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും തെറ്റുപറ്റി ഈ പിഷാരടിയുടെ കാര്യത്തിൽ. എന്തിനാണ് ഈ AMMയിലെ വിഴുപ്പെന്ന് പറയില്ല, വിഴുപ്പ് ഈ കച്ചട അലക്കാൻ പോയെന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഭായി. നമ്മൾ രമേശ് പിഷാരടി അങ്ങനൊരു കലാകാരൻ മാത്രമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒരാളല്ല. അയാൾ നല്ല ഏതൊരു വിഷയത്തെപ്പറ്റിയും കൃത്യമായ രാഷ്ട്രീയ ധാരണകളും ക്ലാരിറ്റി ഓഫ് തോട്ടുമൊക്കെയുള്ള ഒരു നല്ല പൊതുപ്രവർത്തകനാകുവാൻ അദ്ദേഹത്തിന് കഴിയും. ഇതിനോടകം തന്നെ പാലക്കാട് 2 കൈയും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു. പാലക്കാടിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹവും പാലക്കാടും തമ്മിലുള്ള ആ നല്ല ബന്ധത്തിൻ്റെ നല്ല ദിവസങ്ങൾക്കായി ഞാനും കാത്തിരിക്കുകയാണ്. ഭൂരിപക്ഷം സ്വാഭാവികമായിട്ടും പിന്നെ ടൈറ്റ് ആകും. രാഹുൽ പറഞ്ഞത് സ്വീകരിച്ചിരുന്നു. അയാൾ ആ ഒരു കാര്യം അയാളും കൂടെ ഓർമ്മിക്കണ്ടായിരുന്നു. ഞാനിവിടെ ഒരു MLA എന്ന് പറഞ്ഞ ഒരു ചുമ്മാ ആപ്പ സ്ഥാനമല്ല, AMMയിലെ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെ സ്ഥാനമല്ല. ഒരു MLA എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളുടെ സന്നദ്ധാവകാശമാണ് നിങ്ങൾ രേഖപ്പെടുത്തിയ ആളുകൾ നിങ്ങളെ ആ ഒരു പദവിയിലേക്ക് എത്തിച്ചത്. നാളെ MLA സ്ഥാനത്ത് നിന്ന് മന്ത്രിയാവേണ്ട ഒരു ആളായിരുന്നു നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതേ നാണം കെട്ട ഏർപ്പാടായിപ്പോയി, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഞാനിവിടെ ഇതിനകത്ത് അൻസിബയും അതുപോലെ മാലാ പാർവതിയൊക്കെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു.
ആ പ്രസ് മീറ്റിൽ നിങ്ങൾ നോക്കിക്കണം, ഇതിനകത്ത് രാഷ്ട്രീയം പുറത്തു വരെ നോക്കണം. ഈ AMMയിൽ സത്യം പറഞ്ഞാൽ ഈ AMMയിൽ നടക്കുന്ന മീറ്റിങ്ങും ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം പൊതുജനം അറിയണം. അതാണ് വേണ്ടുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നേ പറ്റൂ. ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിനകത്ത് ഭയങ്കര രാഷ്ട്രീയം നടക്കുന്നുണ്ട്. അതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ഇതെല്ലാം കുറേ കഥമടച്ച് ഒരു മനുഷ്യനെ പോലും ഈച്ചയെ പോലും അകത്തോട്ട് കയറ്റാതെ അവിടെ ഇരുന്നിട്ട് കുറേ ആളുകളെ കൊണ്ട് തീരുമാനിക്കുക, സംസാരിക്കുക. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഇത്രയും പ്രശ്നമായത്. അവിടെ നടക്കുന്ന എല്ലാം ജനങ്ങൾ അറിയണം. അതാണ് വേണ്ടുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. ഉറപ്പായിട്ടും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം. അനുശിവ പറയുന്നതും കൂടെ കേട്ടു. ഓക്കെ, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ലീക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ IT ആക്ട് പ്രകാരം അത് തെറ്റാണ്. മാത്രമല്ല പൊളിറ്റിക്കൽ അജണ്ടയാണ്. അത് പൊളിറ്റിക്കൽ അജണ്ടയാണ്. ആ രമേശ് പിഷാരടിയെ പോലെ MLA ആയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്നും ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്ന ഒരു വ്യക്തിയെ എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പാലക്കാട് നിന്ന് വിജയിച്ച് വന്നത്. അദ്ദേഹത്തിനെ തകർക്കാനുള്ളൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്തത്. അതിനകത്തെ മോശം പരാമർശങ്ങളെല്ലാം അവർ നടത്തിയത് മാറ്റിക്കൊണ്ട് അതിനകത്ത് ദുബായി കൊണ്ടുപോയ വ്യക്തിയുടെ പേര് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിനെ മാത്രം അപമാനിക്കാനായിട്ട് നടത്തിയതാണ്. അതിനെ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളെല്ലാവരും അത് തെറ്റാണ് എന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കേട്ടല്ലോ, ഇതിനകത്ത് ഒരു രാഷ്ട്രീയപരമായിട്ടൊരു കളി തന്നെ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ നിങ്ങൾ നോക്കി ഇലക്ഷൻ്റെ സമയത്ത് ഇത്രയും ഇതിനകത്തുള്ള സംഘടനയിലുള്ള ആർട്ടിസ്റ്റുകളെ ഇറക്കണമെങ്കിൽ അത് ചുമ്മാ ഇവർ പറയുമ്പോഴേ വന്ന് NDA ചിഹ്നത്തിൽ ചക്ക ചിഹ്നത്തിൽ അങ്ങോട്ട് മത്സരിച്ചോ, ഞാൻ മത്സരിക്കുമോ എന്ന് പറയുമ്പോഴത്തേക്ക് വന്നങ്ങോട്ട് മത്സരിക്കുമോ? അഖിൽമാരാർ എവിടെ തള്ളുന്നത് ഞാൻ കണ്ടായിരുന്നു. 1 രൂപ പോലും മേടിക്കാതെ മത്സരിച്ചെന്ന്. 1 രൂപ പോലും മേടിക്കാതെ. ഇതെല്ലാം ഇപ്പോൾ പുറത്ത് വരും നോക്കിയോ. ഈ അഖിൽമാരാർ എത്ര മേടിച്ചു, ഇന്നാളെത്ര മേടിച്ചു, അന്നാളെത്ര മേടിച്ചെന്നൊക്കെ ഇപ്പം പുറത്ത് വരും. ഇതിനകത്ത് ഭയങ്കര കളി തന്നെ ഉണ്ട് ഇതിൻ്റെ പുറകിൽ രാഷ്ട്രീയപരമായിട്ട്. എന്നിട്ട് ഇനിയിപ്പം അധികാരത്തിൽ വന്ന പാർട്ടിയിലെ ഗവൺമെൻറ്റിൻ്റെ ജയിച്ച ആരുണ്ടോ സിനിമാ മേഖലയുമായിട്ട് നിൽക്കുന്ന അവരെ പുറത്ത് കാണിക്കുക. അവർ ഈ പ്രസ്ഥാനത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്നും നടക്കത്തില്ല എന്ന് ഇവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് രമേശ് പിഷാരടി ആദ്യം ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ടിട്ട് പുറത്ത് ചാടിക്കുക, പുകച്ച്. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പെണ്ണുകേസാന്ന് നമുക്കറിയാമല്ലോ. രാഹുലിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടാണല്ലോ ഇതുപോലുള്ള ഓഡിയോ അങ്ങോട്ട് ലീക്ക് ചെയ്ത് വിടുക. തൊട്ട് പിന്നാലെ കുറേ ചാനലുകാരങ്ങോട്ട് ഏറ്റെടുക്കും. രമേശ് പിഷാരടിയുടെ കോഴിത്തരം കണ്ടോ, കാക്കത്തരം കണ്ടോ, അങ്ങനെ കുയിലിത്തരം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്നങ്ങ് പിന്നെ വന്നുകൊണ്ടിരിക്കും. അതോടെ പിന്നെ അയാളെ രാഷ്ട്രീയ ഭാവിയും അവിടെ കൊണ്ട് തീർന്നെന്നാണെങ്കിൽ പറയാം. അതുകൊണ്ട് എന്തൊരു കഴിവുള്ളൊരു വ്യക്തി ഇപ്പം പുറത്തേക്കുന്നു, രാഹുൽ എന്നൊരു വ്യക്തി. ഓക്കെ, എന്തായാലും VD സതീശൻ ഇതിന് ഒരു മറുപടി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, രാഹുലിനെ പാലക്കാട്ടിലേക്ക് പറ്റുമെങ്കിൽ തിരിച്ചെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്ഥാനം പാർട്ടിയിൽ കൊടുക്കണം. ഇനി ഞാനിവിടെ രമേശ് പിഷാരടിയുടെ ഒരു അടിപൊളി പുള്ളിയുടെ നിയമസഭയിൽ പോയി ഇതൊക്കെ ഞാൻ റിയാക്ട് ചെയ്ത വീഡിയോ ആണ്. രമേശ് പിഷാരടി സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തെ പോലും കൈയടിപ്പിക്കുന്ന രീതിയിലാണ് രമേശ് പിഷാരടിയുടെ ഓരോ നിയമസഭയിലെ സ്പീച്ചുകളും. അത്രയ്ക്കും കഴിവും ചിന്താഗതിയും എല്ലാം ഉള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഇയാൾ സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിച്ചു, അവരെ ചതിയിൽ വീണു എന്ന് വേണമെങ്കിൽ പറയാം. ജനങ്ങൾ അയാൾക്ക് കൊടുത്തൊരു പിന്തുണ ഉണ്ടായിരുന്നു, ജനങ്ങൾ അയാൾക്ക് കൊടുത്തൊരു വിശ്വസ്തത ഉണ്ടായിരുന്നു. ജനങ്ങളോടുള്ളൊരു വിശ്വസ്തത അയാൾ തകർക്കരുതായിരുന്നു. എന്തായാലും ഞാൻ രമേശ് പിഷാരടിയുടെ ആ ഒരു ഇതും കൂടെ വെച്ച് തന്നിട്ട് ഞാൻ മലയാളി വാർത്തയുടെ ഒരു കുറച്ച് ഭാഗം കൂടെ വെച്ച് തരാം. അതും കൂടെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. ഞാനിവിടെ രമേശ് പിഷാരടിയുടെ നിയമസഭയിലെ പൊളപ്പൻ സ്പീച്ചും കൂടെ കുറിച്ച് വെച്ച് തരാം. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇയാളിലെ ഒരു പൊട്ടൻഷ്യലാണ്, ഇയാളുടെ ഒരു രാഷ്ട്രീയ ഒരു പൊതുപ്രവർത്തകൻ്റെ, അതായത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു MLAയുടെ ഒരു പൊട്ടൻഷ്യലാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വെക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്ന പൊതുപ്രവർത്തകരുടെ ആവശ്യം നടത്തുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ. ഏകദേശം 71ഓളം പുതിയ MLAമാരും അത്ര തന്നെ പരിചയസമ്പന്നരായ MLAമാരും ഉള്ള ഒരു സഭയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതീക്ഷയാണ്. പുതിയ ഒരാളെന്നുള്ള നിലയിൽ
എന്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. ഒരു മാസം ആകുന്ന സാഹചര്യത്തിൽ ഞാൻ ഒരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു MLA ഓഫീസിൽ സാധാരണഗതിയിൽ ഒരു 40 നിവേദനങ്ങൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. 40 നിവേദനങ്ങൾ. ഈ 40 നിവേദനങ്ങൾ നമ്മൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഏകദേശം 100 ദിവസം ആകുമ്പോൾ ഇതിന്റെ എണ്ണം 4000 എണ്ണമാണ്. MLA എന്നുള്ള നിലയിൽ നമ്മൾ 5 കൊല്ലമാണ് ഒരു MLAയുടെ ടേം എങ്കിൽ അത് 365 × 5 1825 ദിവസങ്ങളാണ്. ഈ 1000 എന്ത് നല്ല രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് നല്ല രീതിയിലാണ് പുള്ളി നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും പുള്ളിയെ തകർക്കുക, പാലക്കാട് നിന്ന് പുറത്താക്കുക, രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ VD സതീശൻ ഗവൺമെൻറ്റിനെ അപമാനിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടിട്ട് തകർക്കാം എന്നുള്ളൊരു അജണ്ടയുടെ പുറത്താണ് ഇതൊക്കെ നടത്തിയത്. പക്ഷേ അതിൽ രമേശ് പിഷാരടി വീണുപോയി എന്ന് പറയുന്നതിൽ സത്യം വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇനി ഞാൻ മലയാളി വാർത്തയുടെ കുറച്ച് ഭാഗങ്ങളുടെ കൂടെ ചേരാൻ അതുകൊണ്ട് നിങ്ങൾ കണ്ടുപോവുകയാണ്. മാന്തും പിച്ചും വാങ്ങി പിഷാരടി കരയുന്നു. ശ്വേതാ മേനോനെ വിളിച്ച രമേശ് പിഷാരടി ആദ്യം പിഷാരടി ശ്വേതാ മേനോനെ ഒന്ന് മാന്തി. എന്താണ് പരിപാടി എന്ന ചോദ്യം, എവിടെയാണ് എന്ന ചോദ്യം, ക്രൗൺ പ്ലാസയിൽ എന്ന് ശ്വേതാ മേനോൻ്റെ മറുപടി. വൈകിട്ട് ഭർത്താവ് വരുമെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. പിഷാരടി ചിരിയോട് ചിരി. എന്താണ് പരിപാടി എന്നല്ലേ ഞാൻ ചോദിച്ചത്, അപ്പോൾ ഹസ്ബൻഡ് വരുമെന്ന്. ശ്വേതാ മേനോനും BJPയും തമ്മിലുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പലരും ശ്വേതയ്ക്കെതിരെ ഉറഞ്ഞു തുള്ളിയത്. ഒടുവിലിത BJP ശ്വേതാ മേനോന്റെ സംരക്ഷണത്തിനായി ഇറങ്ങിയിരിക്കുന്നു. ഔട്ട് സ്പോക്കൺ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകൾ പിഷാരടിയെ എടുത്തിട്ട് കൊല്ലുന്നു. ഔട്ട് സ്പോക്കൺ ആണ് ഇപ്പോൾ രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഈ പ്രത്യേക ഭാഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഓഫ്, അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. ഞാൻ നിങ്ങളോട് ചോദിച്ചു എന്താ എന്ന പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു, ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. അല്ല, ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. പാലക്കാട്ടുകാർ ഇതൊക്കെ സഹിക്കണമെന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളിൽ ആളുകൾ കുറിക്കുന്നത്. ഇവനൊക്കെ വെറും തറയാണോ എന്ന് കമന്റ് ബോക്സിൽ ചിലർ കുറിക്കുന്നു. ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ അർത്ഥമൊന്നും ശ്വേതയ്ക്ക് മനസ്സിലാകുന്നില്ല. തനിക്ക് ഇത്തരം കാര്യങ്ങളുടെ ദ്വയാർത്ഥമൊന്നും അറിയില്ല എന്ന് ശ്വേത തന്നെ തുറന്നു പറയുന്നു. ഈ സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ ആളുകൾക്ക് ശ്വേതാ മേനോനോട് ഒരു പ്രത്യേക ആരാധന തോന്നുന്നത് സ്വാഭാവികം. അവരൊരു ബോൾഡായ സ്ത്രീയാണ്. ഡബിൾ മീനിംഗ് ഒന്നും തനിക്കറിയില്ല എന്ന് വളരെ സ്ട്രെയിറ്റായി രമേശ് പിഷാരടിയുടെ മുഖമടച്ച് ശ്വേത കൊടുത്തു. എന്തായാലും രമേശ് പിഷാരടി ഇനി പാലക്കാടിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ എത്തിക്കുമോ എന്നാണ് ചിലർക്ക് സംശയം. എന്തുകൊണ്ടാണ് ശ്വേതാ മേനോൻ രമേശ് പിഷാരടിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ കാറിക്കൂവി രമേശ് പിഷാരടി അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃസ്ഥാനം ഒഴിഞ്ഞ സ്ഥലം വിട്ടത്? ഇപ്പോഴാണ് ആളുകൾക്കതിൻ്റെ ഗുട്ടൻസ് പിടികിട്ടിയത്. ഇനി പല നടന്മാരുടെയും സംഭാഷണം ലീക്കായി പുറത്തേക്ക് വരുമെന്നാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത്. സിനിമാക്കാരുടെ വിഴുപ്പലക്കൽ കാരണം സിനിമാ ലോകത്തെ ഇത്തരം നെറുകെട്ട സംഭാഷണങ്ങൾ പലതും മറനീക്കി പുറത്തേക്ക് വരുന്നു. സംഗതിയൊക്കെ ജോറ്. ശ്വേതാ മേനോൻ BJPയിൽ നിന്ന് 2 കോടി വാങ്ങി എന്നൊക്കെയായിരുന്നു ഇന്നലെ ചില നടിമാരുടെ ആരോപണം. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ശ്വേത ഇന്ന് കളത്തിലിറങ്ങി. സ്ത്രീകൾ തമ്മിൽ തല്ല് തുടങ്ങിയാൽ പിന്നെ അത് നിർത്തില്ല. ഇതിനിടയിൽ വലിഞ്ഞു കയറി ചെല്ലുന്ന ആണുങ്ങൾക്ക് കുതിര കിട്ടും. അതാണ് രമേശ് പിഷാരടിക്ക് സംഭവിച്ചത്.
രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടിയ രമേഷ് പിഷാരടിയെ അങ്ങ് ശ്വേതമേനോൻ വലിച്ച് താഴെ വെള്ളത്തിലേക്കിട്ടു. നിലവിളിച്ചോടിയ രമേഷ് പിഷാരടി ഓടിയ വഴിയിൽ ഇനി